ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി A34 5Gയുടെ റിവ്യൂ ആണ്. അതുപോലെ തന്നെ ഏകദേശം ഞാനൊരു 6 മാസത്തോളം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുമാത്രമല്ല, ഇത് 1 വർഷം ആകാറായി ഇത് ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും മറ്റുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഫോണിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി പ്രീമിയം ലുക്ക് തന്നെയാണ് അവർ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫോണിൻ്റെയും ബോക്സ് ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു ബോക്സ് കാണാം. അത്യാവശ്യം പ്രീമിയം ലുക്ക് തന്നെയാണ് ഇവരിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വരുന്നത് ചാർജിങ് കേബിൾ, സിം ഇജക്റ്റിംഗ് ടൂൾ, അതുപോലെ തന്നെ യൂസർ മാനുവൽ, യൂസർ ഗൈഡ്, അതുപോലെ തന്നെ വാറണ്ടി കാർഡ്. നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ചാർജിങ് കേബിൾ കാണാം. അത് ഏകദേശം യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഏകദേശം കുറച്ച് ആൾ യൂസ് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഗൈഡ് വരുന്നുണ്ട് നമ്മുടെ സിമ്മിൻ്റെയൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെയും കാര്യങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ചെയ്തൊരു ഗൈഡ് കൂടി വരുന്നുണ്ട്. അപ്പോൾ വാറണ്ടി കാർഡും സിം ഇജക്റ്റിംഗ് ടൂളും ഞാൻ സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഇവർ ഈ ബോക്സും നിർമ്മിച്ചിട്ടുള്ളത്. ഇവരുടെ ലോഗോ ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഫോണിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഫോൺ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലുള്ള ട്രയൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഫോണിലേക്ക് കടക്കാം. ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇതിൽ സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫിംഗർ പ്രിൻ്റൊക്കെ തട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കളർ എന്ന് പറയുകയാണെങ്കിൽ ഓസം വയലറ്റാണ്. നല്ലൊരു കളർ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ സൈഡ് ബട്ടൺസൊക്കെ രണ്ടും റൈറ്റ് സൈഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് 4 കളറിൽ അവൈലബിൾ ആണ്. ഓസം വയലറ്റ്, ഓസം ഗ്രാഫൈറ്റ്, ഓസം സിൽവർ, ഓസം ലൈം. ഓക്കെ, അതിൽ എൻ്റെ കളർ എന്ന് പറയുന്നത് ഓസം വയലറ്റ് ആണ്. അപ്പോൾ എനിക്കെന്താണ് ഇത് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കളർ തന്നെയാണ്. ഓസം ലൈം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് വരുന്നത്. അതുപോലെ തന്നെ അടിയിലായിട്ട് ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. റൈറ്റ് സൈഡിലായിട്ട് വോളിയം ബട്ടണും അതുപോലെ തന്നെ പവർ ബട്ടണും വരുന്നുണ്ട്. അതുപോലെ തന്നെ 13 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ 6.6 ഇഞ്ച് 120 Hz റിഫ്രഷ് റേറ്റ് വരുന്ന സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ വിത്ത് ഫുൾ HD+ ആണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സിം പോർട്ടൊക്കെ മേലെയാണ് വരുന്നത്. കൂടാതെ IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് ഇതിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ വീണാലും അത്രയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കൂടാതെ ഇതിൻ്റെ ബാക്കിലുള്ളത് ഷൈൻ ലുക്കിൽ വരുന്നൊരു പ്ലാസ്റ്റിക്കാണ് ബാക്ക് കവർ എന്ന് പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇതിന് ട്രിപ്പിൾ റിയർ ക്യാമറയാണ് വരുന്നത്. 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും അതുപോലെ തന്നെ 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറയും അതുപോലെ തന്നെ 5 മെഗാ പിക്സലിൻ്റെ ഓട്ടോ ഫോക്കസറുമാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. കൂടാതെ ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം ഒരു 150 grams അത്രയൊക്കെ വരും ഇത്. കയ്യിൽ പിടിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് സൈസ് നോക്കുകയാണെങ്കിൽ 128 GB അതുപോലെ തന്നെ 8 GB റാം വരുന്നതുകൊണ്ട്, അതുപോലെ തന്നെ 256 GB അതുപോലെ തന്നെ 16 GB റാം വരുന്നതുമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് 128 GB 8 GB ആണ്. ഓക്കെ, 128 GB റോമും 8 GB റാമുമാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ 256 GB ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടും. അതുപോലെ തന്നെ MediaTek Dimensity 1080 പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ One UIയുടെ 5.1 എന്ന ഒരു സോഫ്റ്റ്വെയറാണ് വരുന്നത്. ആൻഡ്രോയിഡ് 30 ആണ് ഇത് വരുന്നത്. അപ്പോൾ അപ്ഡേറ്റുകൾ അവൈലബിൾ ആണ്. 4 ജനറേഷൻ വരെയുള്ള OS അപ്ഡേറ്റും അതുപോലെ തന്നെ 5 വർഷം വരെയുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഇതിൽ അവൈലബിൾ ആണ്. സെക്യൂർഡ് ബൈ നോക്സ് ആണ്. കൂടാതെ ലാസ്റ്റ് പറയാനുള്ളത് 5000 mAh ബാറ്ററിയാണ് ഇതിന് വരുന്നത്. 25 വാട്ട് വരെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആമസോണിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്രൈസും കാര്യങ്ങളൊക്കെ അതിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ ശരിയായ പ്രൈസ് ഞാൻ കൊടുക്കാത്തത് കാര്യം ഓരോരിക്കും പ്രൈസ് ഇപ്പോൾ ചേഞ്ച് ആകുന്നുണ്ട്, അതുകൊണ്ടാണ്.
അപ്പോൾ ഗെയിമിംഗ് ഫോണാണോ എന്ന് ചോദിച്ചാൽ ഇത് ഗെയിമിംഗ് ഫോൺ എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഗെയിമൊക്കെ കളിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടൊക്കെ ആകുന്നുണ്ട്. എങ്കിലും ചൂടില്ലാത്ത സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ ഗെയിം കളിക്കാൻ സാധിക്കുന്നുണ്ട് ഇതിൽ നിന്ന്. അപ്പോൾ ഇനി ഞാൻ ഇതിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് സാംസങ് ഗാലക്സി A34 5Gയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് പെട്ടെന്ന് തന്നെ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.